എവ്രി വൺ, ഞാൻ അഫ്രീൻ. ഇവിടെ നിങ്ങളുടെ ഇൻ്റർവെല്ലിലെ ക്ലാസ് റൂം ട്യൂട്ടറാണ്. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ പോർഷനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലോ അല്ലേ? നിങ്ങൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ് റിയാക്ഷൻസ് അല്ലേ? കുറേ റിയാക്ഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റിയാക്ഷൻ, എന്ത് ടൈപ്പ് റിയാക്ഷനാണ്? നമ്മൾ പലപ്പോഴും പലതും കാണുന്ന, പല കളേഴ്സ് ഉണ്ടാവുന്നത്, ചിലപ്പോൾ രണ്ട് സാധനങ്ങൾ കൂടി ചേർന്ന പുതിയ സാധനം ഉണ്ടാവുന്നത്, ചിലപ്പോൾ കുറേ ഗ്യാസ് ഉണ്ടാവുന്നത്, ചിലപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവുന്ന മൂവീസിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ്? ഓക്കെ, അക്കോർഡിംഗ് ടു യു, നിങ്ങൾക്കനുസരിച്ചിട്ട് എന്താ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? പറയും. അത് നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റാണ്. അത് തന്നെയാണ് കെമിക്കൽ റിയാക്ഷൻ. സോ വാട്ട് ഈസ് ആക്ച്വലി കെമിക്കൽ റിയാക്ഷൻ? രണ്ട് സാധനങ്ങൾ കൂടി ചേരുമ്പം ഉണ്ടാകുന്ന ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും അല്ലേ? നിങ്ങളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. രണ്ട് സാധനങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ ചേഞ്ച് ഉണ്ട്. ഒരു മാറ്റവും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചേഞ്ച് ഉണ്ടെന്നൊന്നും മനസ്സിലാവില്ല. അവിടെ ഒരു പുതിയതായിട്ട് അവിടെ ഒരു ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് ഉണ്ടാവുകയെ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്മെല്ല് ഉണ്ടാവുകയെ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം എന്ത് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ തമ്മിലാണോ റിയാക്ട് ചെയ്യുന്നത് അവർ റിയാക്റ്റൻ്റ് ആണെന്നും അതിൻ്റെ റിയാക്ഷന് ഫലമായിട്ട് കിട്ടുന്ന സാധനം എന്താണോ അതിന് പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നതെന്നും നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ ഡിഫറെൻറ്റ് ടൈപ്സാണ്. പല ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ആ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ദാറ്റ് ഇസ് ദ സ്മോൾ ടോപ്പിക് ദാറ്റ് വിൽ ബി ഡിസ്കസിങ് ടുഡേ, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 5 ടൈപ്സ് ഉണ്ട്. നമ്മൾ ഓരോ ടൈപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്താലോ അല്ലേ? ഡിസ്കസ് ചെയ്യാം. So the first type of chemical reaction that I am going to tell you is combination reaction. The first type of chemical reaction is combination reaction. So tell me, ആ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? Combination അല്ലേ? The word combination. So tell me, what do you mean by combination? What do you mean by? Yes, correct. What is it? Combination എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ കൂടി ചേരുമ്പോൾ അല്ലേ? രണ്ട് സാധനങ്ങൾ കൂടി ചേർന്നിട്ട് പുതിയതായിട്ട് ഒരു സാധനം ഉണ്ടാവുകയാണെങ്കിൽ that type of chemical reaction is called combination reaction. Very good. നോക്കുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് യു ആർ ഗെറ്റിംഗ് വാട്ട്? കാർബണും ഓക്സിജനും കൂടി ചേർന്ന് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? കറക്റ്റ്, കാർബൺ ഡയോക്സൈഡ് അല്ലേ? എന്താ നിങ്ങൾക്ക് കിട്ടുക? കാർബൺ ഡയോക്സൈഡ്. സോ ബേസിക്കലി എന്ത് പറയാൻ പറ്റും? രണ്ട് സാധനങ്ങൾ കൂടി ചേർന്നിട്ട് when two reactants join together, combine together to give you a new thing, you call it as combination reaction. എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? ഫോർ എക്സാമ്പിൾ, എങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്താ കിട്ടുക? H2 + O2 gives what? H2O. നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബാലൻസിങ് ഒക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ്. ഏത് റിയാക്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്തിട്ട് എഴുതണം. ഇവിടെ നോക്കുക, 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ 1 ഓക്സിജൻ ഉള്ളൂ. ഇസ് ദിസ് റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ? ആ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുക? രണ്ട് ഭാഗത്തും ഈക്വൽ ആക്കുക. 2H2O എന്ന് കൊടുത്താൽ 2H2 + O2 gives 2H2O. കണ്ടോ? ആ റിയാക്ഷൻ ബാലൻസ്ഡ് ആയി. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് വെനെവർ യു റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് റിയാക്ഷൻ ഹാസ് ടു ബി ബാലൻസ്ഡ്. Okay, then this is an example. So I think you got an idea about combination reaction. രണ്ട് ആൾക്കാർ കൂടി ചേർന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ then you call it as combination reaction. വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിളാണ് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? നമ്മളെ കാൽഷ്യം ഓക്സൈഡ്. എന്താ കാൽഷ്യം ഓക്സൈഡ്? കാൽഷ്യം ഓക്സൈഡ് കക്ക when it reacts with water. Calcium oxide, when it reacts with water, what are you getting? You will get
calcium hydroxide. This is an example that is given in the textbook. That is why I specifically said it. Okay, textbookil പറയുന്ന എക്സാമ്പിൾസ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് കാൽഷ്യം ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സി അഗൈൻ 2 things have combined. അത് ഞാൻ പറഞ്ഞു, രണ്ടാൾക്കാർ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നെസസറി ദാറ്റ് രണ്ടും എലമെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ കാർബൺ ഒരു എലമെൻ്റാണ്, ഓക്സിജൻ ഒരു എലമെൻ്റാണ്. ഇവർ രണ്ടാൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടായി, ദാറ്റ് ഈസ് ഫൈൻ. ഇവിടെ അത് പക്ഷേ 2 കോമ്പൗണ്ടുകൾ കൂടി ചേർന്നിട്ട് ഒരൊറ്റ സാധനം ഉണ്ടായാലും മതി. എന്താണ്? അതും കോമ്പിനേഷൻ റിയാക്ഷൻ തന്നെയാണ്. ഇതിനൊരു പ്രത്യേകത, ഈ റിയാക്ഷൻ്റെ കൂടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിയാക്ഷൻ്റെ കൂടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ്, that type of reaction you have already studied. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ യെസ് ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻസ്. ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസിൻ്റെ പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. Now look at here, is this equation balanced? Is this equation balanced? Yes, it is very well. അല്ലേ? ഒരു കാൽസ്യം 2 ഓക്സിജൻ 2 ഓക്സിജൻ 2 ഹൈഡ്രജൻ 2. This is a balanced equation. That is fine. Understood? You get an idea? അത് രണ്ട് സാധനങ്ങൾ, 2 സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാവുകയാണെങ്കിൽ that is combination. അത് it is not necessary that they are element. They may be compounds too. Okay? Okay? Then second type of reaction. Let me tell you, that is combination de nera opposite, that is called decomposition reaction. They are called decomposition reaction. So as the name suggests, tell me what may be decomposition. എന്തായിരിക്കും decomposition? കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാൾ കൂടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, അതന്നെ നിങ്ങൾ പറഞ്ഞ തന്നെ കറക്റ്റ്. വാട്ട് ഇസ് ഡീകമ്പോസിഷൻ? എന്താ ഡീകമ്പോസിഷൻ? ഒരൊറ്റ സാധനത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ഒന്നിലധികം മെറ്റീരിയൽസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി കോമ്പിനേഷൻ റിയാക്ഷൻ്റെ പോലെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അങ്ങനെ വെറുതെ നടക്കുമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി വെറുതെ നടക്കുന്ന കാർബണും ഓക്സിജനും ഈ അറ്റ്മോസ്ഫിയറിലൊക്കെ ഓക്സിജൻ ഉണ്ടാവും, കാർബൺ വെറുതെ റിയാക്ട് ചെയ്യൊന്നുമില്ല. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുക. ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് എന്ന് വിചാരിച്ച് മൊത്തം വെള്ളമായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഇന്ന ടെമ്പറേച്ചർ ഇന്ന പ്രഷറിൽ കൊടുക്കണം, എന്നാലൊക്കെ നടക്കുള്ളൂ. അതേപോലെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഡീകമ്പോസിഷൻ അതിൻ്റെ ബാക്കിൽ ഒരു എനർജി നമ്മൾ കൊടുക്കണം. ഒരു എനർജി കൊടുത്താൽ മാത്രമേ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ ടൈപ്പ് എനർജി കൊടുക്കും എന്ന് പറഞ്ഞാൽ, either you can give heat energy. ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലായിരിക്കും ആ റിയാക്ഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ആ റിയാക്ഷൻ നടക്കും. അതല്ല എങ്കിൽ നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിലായിരിക്കും ആ റിയാക്ഷൻ നടക്കുക. പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡീകമ്പോസിഷൻ എന്ന വാക്കിന് അർത്ഥം തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ കുഞ്ഞി സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജീസ് കൊടുക്കണം. ആ എനർജീസ് ഏതൊക്കെയായിരിക്കാം? either you can give sunlight, either you can give heat energy, or you can pass electricity. ഏത് എനർജി ഉപയോഗിച്ചിട്ടാണോ ആ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ പേരിലും മാറ്റങ്ങളുണ്ടാവും. സോ ദർ ആർ 3 different types of decomposition reaction. We shall check about it. Decomposition reactionലെ first one എന്ന് പറയുന്നത്, if the decomposition is done in presence of heat energy, you call it as thermal decomposition. Thermal എന്ന വാക്കിനർത്ഥം ഹീറ്റാണ് കേട്ടോ. So this is called thermal decomposition. If the decomposition is done in presence of heat energy, you call it as thermal decomposition. Thermal decomposition വളരെ ബെസ്റ്റായിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫെറസ് സൾഫേറ്റ് കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ പോകുമ്പോൾ ലാബിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചാൽ കാണിച്ചു തരും ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ്. ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ലൈറ്റ് ഗ്രീനിഷ് കളറായിരിക്കും, ലൈറ്റ് ഗ്രീനിഷ് കളർ. അതിനെ നിങ്ങളൊരു ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നിങ്ങൾ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, Fe ഫെറസ് സൾഫേറ്റ് .7H2. ഈ ഫെറസ് സൾഫേറ്റിൻ്റെ കൂടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനുള്ള വാട്ടർ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഓൾസോ യു ഹാവ് സ്റ്റഡീഡ് ബിഫോർ. അപ്പോൾ ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറാണ്. ഈ ലൈറ്റ് ഗ്രീൻ കളറുള്ള ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ ഫസ്റ്റ് ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ആ ഗ്രീൻ കളർ അങ്ങ് പോവും. ആ ലൈറ്റ് ഗ്രീൻ കളർ പോയിട്ട് അതൊരു വൈറ്റ് പൊടിയായിട്ട് മാറും. അപ്പോൾ ഇത് പോണ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡില്ലേ, ഇതിപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഫെറസ് സൾഫേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. എവിടെ നിന്ന് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരുന്നതെന്ന് അറിയോ? ഇവിടെ നോക്കുക, ഇതിൽ കണ്ടോ, ഇതിൻ്റെ കൂടെ ഒരു 7H2O കണ്ടോ, കുറച്ച് വെള്ളം കണ്ടോ? ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് കേട്ടോ പറയുക. ഈ വാട്ടർ വേപ്പറൈസ് ചെയ്ത് പോകുന്നതാണ് ഇത് കാണുന്നത്. അപ്പം ആ ലൈറ്റ് ഗ്രീൻ ക്രിസ്റ്റൽസിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ അവിടെ ഉണ്ടാവുക? FeSO4. ഈ FeSO4ൻ്റെ കളർ അപ്പം എന്താ വൈറ്റായേ, ഈ വൈറ്റ് ക്രിസ്റ്റൽസ്. Now you don't stop the heating there. So you heat it again. അതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം നൗ ഇറ്റ് ഡീകമ്പോസസ്. ഇപ്പം അതിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് Fe2O3 പ്ലസ് SO2 പ്ലസ് SO3. Now both of these are formed of gases. SO2 ഗ്യാസും ഈ SO2ൻ്റെ ഗ്യാസിന് ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ യു വിൽ ഗെറ്റ് ഒരു ഡിസ്ക്രിപ്പേഷൻ സൗണ്ട് വരും എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിത്തെറിക്കണ മാരത്തൊരു സൗണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഗ്യാസ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്യാസ് എന്ന് പറയുന്നത് SO2 ഗ്യാസാണ്. അപ്പോൾ ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെറിക് ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, SO2 ഉണ്ടാവുന്നുണ്ട്, SO3 ഉണ്ടാവും. ഇപ്പോൾ SO2 ഒക്കെ ഗ്യാസായിട്ടാണ്, SO2 SO3 ഗ്യാസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്യാസായിട്ട് ഉണ്ടാവുക, അത് ആരോ മാർക്ക് മുകളിലിട്ട് ഗ്യാസായിട്ട് മുകളിലേക്ക് പൊന്തുക എന്നർത്ഥം. So that means that there a reaction has occurred. Now this thing has happened in presence of heat. Now I told you have to balance it to 2 FeSO4 gives 2 Fe2O3 plus SO2 plus SO3. So listen, these are done in presence of heat. So one substance, FeSO4 എന്ന് പറഞ്ഞാൽ ഒരു substance that has broken down into Fe2O3, SO2 and SO3. So you can say that this is an example of thermal decomposition because this is done in presence of heat energy. Heat energy in the presence ilana nadakana. So it is called thermal decomposition. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഷാൽ ഗിവ് യു മെനി മോർ എക്സാമ്പിൾസ് ലൈക്ക് ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യാം. ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പൊടിയാണ്. ആ വെള്ളപ്പൊടിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടെ ഫുൾ ബ്രൗൺ ഗ്യാസ് പോകണ കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അവിടെ നടന്നത് ലെഡ് നൈട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ലെഡ് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ അവിടെ NO2 ഉണ്ടായി എന്നാണ് ബ്രൗൺ കാണിക്കുന്നത്. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ ഒരു തെർമൽ ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ട്. അഥവാ ഹീറ്റ് എനർജിൻ്റെ പ്രസൻസിൽ അതിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് തെർമൽ ഡീകമ്പോസിഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അടുത്ത പറയട്ടെ, next type of thermal decomposition, parate. The second type of decomposition is electrolytic decomposition. എന്താണ് electrolytic decomposition? അപ്പോൾ എന്തായിരിക്കും മക്കളെ ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ? correct. ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിൻ്റെ പ്രസൻസിൽ അല്ലേ, ഇലക്ട്രിസിറ്റിൻ്റെ പ്രസൻസിലുള്ള ഡീകമ്പോസിഷനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, ലിറ്റിക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ കേട്ടോ. ലൈസിസ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ബ്രേക്ക് ഡൗൺ എന്നാണ്.
അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനത്തിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മളതിനെ പറയും ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ. എപ്പോഴും പറയുന്ന എക്സാമ്പിൾ തന്നെ അതാണ്, വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ. അതായത് നമ്മൾ വാട്ടറിനെ എടുക്കുക, ഒരു വെസലിൽ എന്തെങ്കിലും നമ്മൾ വാട്ടറിനെ എടുക്കുക. നൗ ഈ വാട്ടറിലേക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആസിഡ് എന്തെങ്കിലും ആഡ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ആസിഡോ കോപ്പർ സൾഫേറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട്, ആസിഡോ ബേസോ ആഡ് ചെയ്തിട്ട് വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടും. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഒരു ആനോഡ് ഉണ്ടാവും, ഒരു കാത്തോഡ് ഉണ്ടാവും. ആനോഡ് ഉണ്ടാവും, കാത്തോഡ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ അതിൻ്റെ ആൻഡ് ദാറ്റ് വിൽ ബി കവേർഡ് ബൈ ടെസ്റ്റ് ട്യൂബ്. ആനോഡിൻ്റെ മുകളിൽ ഒരു ടെസ്റ്റ് ട്യൂബായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ കവർ ചെയ്തിട്ടുള്ളത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്താണ് ആ ഗ്യാസസ് കളക്ട് ചെയ്ത് വെക്കുക. ആ ഇലക്ട്രോഡിൻ്റെ അകത്താണ് ഗ്യാസസ് കളക്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഇത് കളക്ഷൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ലെവലിൽ ഒന്നിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും, മറ്റേൽ കുറച്ച് കുറവായിരിക്കും ഗ്യാസിൻ്റെ എമൗണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ഇത്ര ഭാഗത്താണ് ഗ്യാസ് കളക്റ്റഡ് ആയിട്ടുള്ളത്, ഇവിടെ ഇത്രയും ഭാഗത്താണ് ഗ്യാസ് കളക്റ്റഡ് ആയിട്ടുള്ളത്. ഇത്ര ഭാഗത്താണ് ഗ്യാസ് കളക്റ്റഡ് ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് കണക്റ്റഡ് ടു ബാറ്ററി. ഓക്കെ, ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ ദിസ് വിൽ ബി കണക്റ്റഡ് ടു ദി ബാറ്ററി. Now inside it is water. So what is happening? What is happening here? See, listen, water ആണ് എടുക്കണേ. വാട്ടറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞപ്പം ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് വാട്ട് ഈസ് ദ ഏജൻറ്റ് ഹിയർ. ഓൺ ദി ആരോ തേർമൽ ഡീകമ്പോസിഷൻ ആണെങ്കിൽ ഹീറ്റ് എന്നും, വാട്ടർ ആണെങ്കിൽ ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇലക്ട്രിസിറ്റി എന്ന് എഴുതണം. അപ്പോൾ വാട്ടറിനെ ഡീകമ്പോസ് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി നോ ദാറ്റ് യു വിൽ ഗെറ്റ് H2 + O2. H2 കിട്ടും, അതേപോലെ O2 കിട്ടും. ഓക്കെ, H2 കിട്ടും, അതേപോലെ O2 കിട്ടും. നൗ ഐ ടോൾഡ് യു ദിസ് ഇസ് നോട്ട് ബാലൻസ്ഡ് ഇക്വേഷൻ. സോ 2H2O gives 2H2 + O2. 2H2 + O2. അതായത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്ന റേഷ്യോ 2:1 ആണ്. അതായത് 2 ഗ്രാം, ഓക്കെ, 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ വോളിയം ആയതുകൊണ്ട് 2 ml എന്ന് പറയുകയാണെങ്കിൽ പറയാം, 2 ml ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ 1 ml ഓക്സിജനെ ഉണ്ടാവുന്നുള്ളൂ. 2 ml ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ, സോ ഹൈഡ്രജൻ ഇസ് എ കാറ്റയോൺ ആണ്. സോ ദിസ് വിൽ ബി എ കാത്തോഡ്. ഓക്കെ, ദിസ് വിൽ ബി എ കാത്തോഡ്. സോ ഹിയർ ലിസൺ, ഹിയർ ഇവിടെ ഇതാണോ ഹൈഡ്രജൻ? ഇതാണോ ഹൈഡ്രജൻ? യെസ്, കൂടുതലുള്ളത് ഹൈഡ്രജൻ ആയിരിക്കും. ഇവിടെ ഉള്ളത് എന്താണ്? ഓക്സിജൻ ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? അത് നിങ്ങൾ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Why is there more amount of hydrogen in one test tube and lesser amount of other gas? ഏതാണ് ആ ഗ്യാസ് എന്നാ ചോദിക്കുക. The gas that is present in higher quantity, that is hydrogen gas, and that is present in lower quantity is the oxygen gas. What is the difference? Only the difference is that അവിടെ 2:1 റേഷ്യോയിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Understand? So this is electrolytic decomposition that is done in presence of electricity, and the last decomposition, that is photolytic decomposition. Photolytic decomposition. In the photolytic decomposition എന്ന് പറഞ്ഞാൽ, see, if the decomposition is done in presence of sunlight, if the decomposition is done in presence of sunlight, it is called photolytic decomposition. സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നിങ്ങളൊരു സാധനത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് വേറെ 2 ഡിഫറൻസ് ആണ് ആക്കുന്നത് എങ്കിൽ യു കോൾ ഇറ്റ് ഇസ് photolytic decomposition. അപ്പോൾ വെരി എക്സാമ്പിൾ ആണെങ്കിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ സിൽവർ ക്ലോറൈഡ് AgClനെ നിങ്ങൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, ഇപ്പോൾ AgCl എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പൊടിയായിരിക്കും. ഈ വൈറ്റ് പൊടിനെ നിങ്ങൾ ഒരു പാത്രത്തിലെടുത്തിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പം അതെന്തായിട്ട് മാറും? ഒരു ഗ്രേയിഷ് സാധനമായിട്ട് മാറും. വെള്ളപ്പൊടി മാറിയിട്ട് ഗ്രേ കളറാകുമ്പോൾ. അപ്പോൾ എന്താണ് ആ ചേഞ്ചിന് കാരണം?
എന്ന് പറഞ്ഞാൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ AgCl Ag സിൽവറും ക്ലോറിനുമായിട്ട് എന്ത് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആസ് ഐ സെഡ് ഓൾവേസ് റൈറ്റ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇപ്പോൾ ലിസൺ ഹിയർ, സിൽവർ ക്ലോറൈഡ് സിൽവറും ക്ലോറിനുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത്. സോ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് വാട്ട്? ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഒന്നിലിതാ ഒരു സാധനം രണ്ടെണ്ണമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി അല്ലേ, അതുകൊണ്ടാണ് ഡീകമ്പോസിഷനാ. സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സൺലൈറ്റ് ആരോൻ്റെ മുകളിൽ നമ്മൾ എഴുതണേ, സൺലൈറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ലൈറ്റ് എന്ന് ആരോൻ്റെ മുകളിൽ നമ്മൾ എഴുതണം. ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഗോട്ട് എൻ ഐഡിയ? ഓക്കെ. എങ്കിൽ തേർഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ പഠിച്ചാലോ? തേർഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. തേർഡ് ടൈപ്പിൻ്റെ പേര് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. Now tell me what is displacement reaction? ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് ഉള്ളത്. അതായത് മുകളിലുള്ള ആൾക്കാർ ഭയങ്കര റിയാക്റ്റീവ് ആവും, താഴെയുള്ള ഈ സിൽവർ ഗോൾഡ് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. പറഞ്ഞാൽ എ മോർ റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെസ്സറായിട്ട് ഇപ്പോൾ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇത് കോപ്പറിനേക്കാളും റിയാക്റ്റീവായിട്ടുള്ള വേറെ ഏത് മെറ്റൽ വന്നാലും, കോപ്പറിൻ്റെ മുകളിലുള്ള വേറെ ഏത് മെറ്റൽ വന്നാലും അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സപ്പോസ് ഞാൻ അയേൺ ഇട്ടാൽ എന്ത് നടക്കും? സപ്പോസ് ഞാൻ അയേൺ ഇട്ടാൽ എന്ത് നടക്കും? നോക്കുക, കോപ്പറിൻ്റെ മുകളിലാണോ അയേൺ? ആണോ? ആണ്. അപ്പോൾ അയേൺ മോർ റിയാക്റ്റീവാണ്. മോർ റിയാക്റ്റീവായിട്ടുള്ള അയേൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റിൻ്റെ CuSO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഇല്ലേ, ആ സൾഫേറ്റിനെ ഈ അയേൺ അങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? അവിടെ എന്താ പ്രോഡക്റ്റ് വരിക? FeSO4 പ്ലസ് Cu. FeSO4 പ്ലസ് Cu. അതായത് കോപ്പർ സൾഫേറ്റിലെ ഈ കോപ്പറിനെ മാറ്റി അവിടെ ആര് വന്നു? അയേൺ വന്നു. അത് വരണമെന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കണം? അയാൾ ആ കോപ്പറിൻ്റെ മുകൾ ലെഡ് വന്നാൽ ഡിസ്പ്ലേസ് ചെയ്യാം, അയേൺ വന്നാൽ ഡിസ്പ്ലേസ് ചെയ്യാം, സിങ്ക് വന്നാൽ ഡിസ്പ്ലേസ് ചെയ്യാം, അലൂമിനിയം വന്നാൽ ആര് വന്നാലും, ഇതിന് മുകളിൽ ആര് വന്നാലും ഓൽക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നാൽ താഴെയുള്ള സിൽവറിനോ ഗോൾഡിനോ വന്നാൽ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ലെസ്സർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കുക, ഇപ്പോൾ കോപ്പർ സൾഫേറ്റിലേക്ക് അയൺ ഇട്ടപ്പോൾ, ഇനി നേരെ തിരിച്ചു നോക്കുക. വേറൊരു എക്സാമ്പിൾ പറയാം. ഈ കോപ്പർ സൾഫേറ്റിലേക്ക് സപ്പോസ് ഞാൻ സിൽവർ ഇട്ട്, എന്താ സംഭവിക്കാം? സിൽവർ കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആണോ? അല്ലേ? അല്ല അല്ലേ? സിൽവർ അല്ല, കോപ്പറാ കൂടുതൽ റിയാക്റ്റീവ്. സോ വിൽ ദിസ് റിയാക്ഷൻ ഒക്കർ? ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. അണ്ടർസ്റ്റാൻഡ്? അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഈ കോപ്പർ സൾഫേറ്റിലേക്ക് ഞാൻ സിങ്കിനിട്ടു, വാട്ട് മേ ഹാപ്പൻ? യെസ്, സിങ്ക്. യെസ്, കറക്റ്റ്. സിങ്ക് സൾഫേറ്റും കോപ്പറിനെ എന്ത് ചെയ്ത്? ഡിസ്പ്ലേസ് ചെയ്തു. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദെൻ ദി ഫോർത്ത്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. ഈ റിയാക്ടിവിറ്റി സീരീസിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് നടക്കുമോ, ഈ റിയാക്ഷൻ നടക്കുമോ ഇല്ലേ, ഡിസ്പ്ലേസ് ചെയ്യുമോ എന്നുള്ള ഏത് ചോദ്യത്തിന് വേണമെങ്കിലും നമുക്ക് ഉത്തരം പറയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. അത് ഫസ്റ്റ് ചാപ്റ്റർ എന്നല്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിലും ശരി, മെറ്റലർജി ആണെങ്കിലും ശരി, ഒക്കെ നമുക്ക് മേജറായിട്ട് വേണ്ടതാണ് എന്ത്, റിയാക്ടിവിറ്റി സീരീസ്. ഇനി 4ാമത്തെ റിയാക്ഷൻ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റിയില്ലേ, ഒരാൾ മറ്റാളെ പൊസിഷനിൽ കയറി നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത്. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടാളും കാറ്റയോണെ ആനയോണെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അതുതന്നെയാണ് എന്ത്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയാൻ ബേരിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ഷൻ. ബേരിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡ് രണ്ടാളും നല്ല വൈറ്റ്, എന്താ പറയുക, ഒരു ഉപ്പുവെള്ളത്തിൻ്റെ പോലെ ഒരു സൊല്യൂഷനാണ് ഉണ്ടാവുക. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയ മാതിരി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 വൈറ്റ് കളർലെസ് സൊല്യൂഷൻസാണ് ഉണ്ടാവുക. ഈ 2 കളർലെസ് സൊല്യൂഷൻസിനെയും കൂടി നമ്മളത് മിക്സ് ചെയ്ത് നോക്കുക. ഈ 2 കളർലെസ് സൊല്യൂഷൻ, ദ മൊമെൻറ്റ് യു മിക്സ് ദം ടുഗെദർ നിങ്ങൾക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് എന്ത്, ബേരിയം സൾഫേറ്റ്. ബേരിയം സൾഫേറ്റ് പ്ലസ് sodium chloride. And is this reaction balanced? No, it is not balanced. So it is a 2 here. So it is a 2 here. Okay. Sodium sulfate. Okay. Sodium hydroxide Na2SO4. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും ബേരിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്, സോഡിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം സൾഫേറ്റ്. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം സൾഫേറ്റ്. ഓക്കെ, എനി ഡൗട്ട്? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ താഴെ ഇങ്ങോട്ട് ഒരു ആരോ ഇടുക. ഇവിടെ ഒരു വെള്ള പ്രസിപ്പിറ്റേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്, അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന്. ഓക്കെ, സോ ദിസ് ആർ ദ 4 മേജർ ടൈപ്സ് ഓഫ് റിയാക്ഷൻ. ഇനി ബാക്കിയുള്ളതുണ്ട്, അത് നമുക്ക് വേറെ ക്ലാസ്സിൽ പഠിക്കാം. പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ഒരു റീക്യാപ്പ് നടത്താം നമുക്ക്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളത്. ദി 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനി കോമ്പിനേഷൻ, ആസ് ദ നെയിം സജസ്റ്റ്, 2 സാധനങ്ങൾ, മേ ബി an element or a compound, if they combine together to give you a single product, you call it as a combination reaction. Decomposition means ഒരു സാധനം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ സാധനമായിട്ട് മാറുകയാണെങ്കിൽ you call it as decomposition reaction. ഇനി ഈ ഡീകമ്പോസിഷന് 3 എനർജീൻ്റെ ബേസിൽ ചെയ്യാം. ഹീറ്റ് എനർജി ആയിരിക്കാം, ഇലക്ട്രിസിറ്റി ആകാം, അല്ലെങ്കിൽ സൺലൈറ്റ് ആവാം. ഹീറ്റ് എനർജീൻ്റെ പ്രസൻസിലാണ് ബ്രേക്ക് ഡൗൺ എങ്കിൽ you call it as thermal decomposition. ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് ബ്രേക്ക് ഡൗൺ എങ്കിൽ you call it as electrolytic decomposition. If it is done in presence of sunlight, you call it as photolytic decomposition. And the third type of reaction, displacement reaction, as the name suggests, the metal or the element which is more reactive displaces a less reactive metal from its salt solution. And finally, double displacement reaction. Here 2 ions അല്ലേ, ഈ ബേരിയമും സോഡിയം അവരുടെ അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പം ഒരു സാധനം അവിടെ, ഒരു സബ്സ്റ്റൻസ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹെൻസ് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ദിസ് ഇസ് ഓൾസോ കോൾഡ് precipitation reaction. It is also called precipitation reaction. This is also called precipitation reaction. അപ്പം ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. കോമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിന് ആൻസേഴ്സ് തരുന്നതാണ്. ഇതിൻ്റെ ഫർദർ ക്ലാസ്സസ്, ഫർദർ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. And thank you. Bye bye.